ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി ബീഫ് കബ്സയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ തയ്യാറാക്കുന്നത് റേഷൻ കടയിൽ അരി വെച്ചിട്ടാണ്. അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം ഗ്രാമ്പൂ, ഏലക്ക, പട്ട, ബേ ലീഫ്, ഉണക്ക നാരങ്ങ, കുരുമുളക് ഇതെല്ലാം കൂടെ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിലേക്ക് 4 അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളി വഴറ്റി വരാൻ ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇവിടെ നല്ലപോലെ വഴറ്റി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ 2 തക്കാളി പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് സോസും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 2 സ്പൂണ് കബ്സ മസാല ചേർത്ത് കൊടുക്കുക. കബ്സ മസാല ചേർത്തതിന് ശേഷം നമുക്ക് ഒരു മാഗി ക്യൂബും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കഴുകി മാറ്റി വെച്ചിട്ടുള്ള ബീഫ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് എരിവിന് ആവശ്യത്തിനായിട്ടുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിതിലേന്ന് ഉണക്കനാരങ്ങ കോരി മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കറൊന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഞാനിവിടെ അരി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1/4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോൾ നമ്മുടെ കുക്കറൊക്കെ വിസിൽ വന്ന് ബീഫ് നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് തയ്യാറാക്കുന്നത് ഒരു പാത്രത്തിലാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ബീഫൊക്കെ കോരി മാറ്റിയെടുക്കാം. അപ്പോൾ കുക്കറിൽ തന്നെയാണ് തയ്യാറാക്കുന്നതെന്ന് വെച്ചാൽ വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് അരിയിട്ട് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ കുക്കറിൽ നിന്ന് ബീഫൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഈ ബീഫിൻ്റെ വെള്ളവും നമ്മളിതിലേക്ക് ഒഴിക്കുന്ന വെള്ളവും കൂടെ കൂട്ടിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അരി ഞാൻ അളന്നിട്ടായിരുന്നു എടുത്തിന്. അതേ പാത്രത്തിൽ 2 പാത്രം വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഉണക്കനാരങ്ങ കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ച് വെച്ച് തിളക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുക. തിളച്ചതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കഴുകി ഊറ്റി വെച്ച അരിയും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അരിയൊക്കെ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ തിളക്കാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. എന്നിട്ടൊന്ന് അടച്ച് വെച്ച് തിളക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടെ നല്ലതുപോലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇനി തീ ഒന്ന് കുറച്ചതിന് ശേഷം നമുക്ക് ഒന്നും കൂടെ വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്നും കൂടെ വെള്ളം വറ്റി വരാനുണ്ട് കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ബീഫ് കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.